എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് കൊരിന്ത്യൻസ് 15-ാം അധ്യായത്തിനകത്ത് പൗലോസ് എങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ഒരു മരണത്തിന് ശേഷം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് അപ്പസ്തോലന്മാർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം എന്താ പറയുക, ഈ എളിയവനായി എനിക്കും അകാല പ്രജ പോലെ ഇരിക്കുന്ന എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി എന്ന് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞിരിക്കുകയാണ്, ആ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നും പുള്ളി അവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. കാരണം പുള്ളി അവിടെ പറഞ്ഞിരിക്കുന്നത്, പുള്ളി ഒത്തിരി സഭകളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. എന്താ പറയുക, സഭകൾക്ക് പീഡകളൊക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് അതിനുള്ള യോഗ്യത പോലും എനിക്കില്ല. അപ്പസ്തോലൻ എന്ന പദത്തിന് പോലും ഞാൻ യോഗ്യനല്ല. ഞാനിപ്പോൾ ആയിരിക്കുന്നത് കൃപയാൽ മാത്രമാണ് എന്നും അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഓർക്കുക, ഇന്ന് നമ്മൾക്കറിയാം, നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തികളും യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ ക്രിസ്ത്യാനികളായിട്ടുള്ള ഓരോ വ്യക്തികളും എന്താണ്, എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ വിളിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത്, അല്ലാതെ സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം നീതി കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് നമ്മളൊക്കെ ഇന്ന് യേശുക്രിസ്തുവിനെ ആരാധിക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്കറിയാം. ഇനി പെന്തക്കോസ്തിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ്, പെന്തക്കോസ്തുകാർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടല്ലേ. പറയുന്നതെല്ലാം എന്താണ്, ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ ആ വഴിക്കായിരുന്നു, ഈ വഴിക്കായിരുന്നു, ഒത്തിരി തെറ്റിപ്പോയി, ഇത് എല്ലാം പറയാനുണ്ട്. എന്നിട്ടും ഇതിൽ നിന്നെല്ലാം എൻ്റെ ദൈവം കൃപ തോന്നി എന്നെ വിടുവിച്ചു എന്നുള്ളൊരു വലിയ സാക്ഷ്യങ്ങൾ തന്നെ ഓരോ പെന്തക്കോസ്തുകാരനും പറയാനുണ്ടാകും, ഓരോ പെന്തക്കോസ്തുകാരത്തിക്കും പറയാനുണ്ടാകും. എന്നാൽ ഈ സാക്ഷിയൊക്കെ നമ്മൾ ആദ്യകാലങ്ങളിൽ എല്ലാവരോടും പറയുമല്ലേ. കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താണ്, നമ്മളുടെ വിധം മാറും. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്കങ്ങ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ വിധം മാറും. പിന്നെ നമ്മൾ വന്ന വഴികൾ മറക്കും. എന്നിട്ട് എന്താണ്, ആ കൃപയൊക്കെ നമ്മളങ്ങ് മറക്കും. ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്നുള്ളതൊക്കെ മറക്കും. എന്നിട്ട് ഞാൻ വലിയ എന്തോ സംഭവമാണ്, ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത്, അതുകൊണ്ട് എൻ്റെ സ്വന്തം ബുദ്ധി കൊണ്ട് ഞാൻ ജീവിക്കുമെന്നുള്ള രീതിയിലാണ് ഇന്ന് പെന്തക്കോസ്തിൽ പലരും പലതും ചെയ്തു കൂട്ടുന്നത്. ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഒരു സഭയിൽ കിടന്നുകൊണ്ട് അടികൂടിയത് IPC സഭ വെണ്ണിക്കുളത്തുള്ള ഒരു IPC സഭയിൽ കിടന്നുകൊണ്ട് അടികൂടിയത് പാസ്റ്റർ കർത്തമേശയുടെ മുൻപിൽ പാസ്റ്ററും വിശ്വാസികളും ഒക്കെ കൂടെ കിടന്നുകൊണ്ട് അടികൂടി ഒരു ചരിത്രം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാസ്റ്റർ, അവിടെ വന്നിരിക്കുന്ന പാസ്റ്റർ ഒരു ബിനു എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ് അവിടെ പാസ്റ്ററായിട്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി അവിടെ 5 വർഷമായിട്ടും പുള്ളി പോകാൻ അല്ലാത്തതിൻ്റെ കാരണം, പുള്ളിക്ക് അവിടെ അതൊരു കുറച്ച് നല്ല വരുമാനമുള്ള സഭയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വരുമാനങ്ങളും കൂടെ കൂടുതൽ കിട്ടി പുള്ളിക്കൊന്ന് എന്താ പറയുക, ഒന്ന് പച്ച പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പുള്ളി അവിടുന്ന് പോകാൻ തയ്യാറല്ല. അതിന് പുള്ളി പല കളികളും കളിച്ചു. ഒന്നാമത്തെ കാര്യം, പുള്ളി ആ സഭയുടെ തന്നെ കുറേ പൈസകൾ അടിച്ചു മാറ്റി ലക്ഷങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. അതുകൂടാതെ അവിടുത്തെ എന്താണ്, പാറ പൊട്ടിച്ചത്, പിന്നെ അതുപോലെ തന്നെ 68 ചാക്ക് മണലോ എന്താണ്ട് സംഭവം, ഇതൊക്കെ ഈ പുള്ളി അവിടെ നിന്ന് അടിച്ചു മാറ്റി. പുള്ളി തന്നെയല്ല, ഈ പാസ്റ്റർ തന്നെയല്ല, പാസ്റ്ററിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൂട്ടാളികളും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂട്ടത്തിലാണ് ഈ പുള്ളി ഇത് അടിച്ചു മാറ്റിയത്. എന്നിട്ട് അടിച്ചു മാറ്റിയിട്ട് എന്താ സംഭവിച്ചെന്നറിയാം, പുള്ളി ഇതിൻ്റെ ഒരു പങ്ക് നമ്മുടെ സെൻട്രലിലും കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ സെൻട്രൽ പാസ്റ്റർ അടക്കം ഈ പുള്ളിക്ക് അനുകൂലമായിട്ട് മാറി. അതുകൊണ്ടാണല്ലോ ഈ പുള്ളിക്ക് എന്ത് കിട്ടാത്തത്, ട്രാൻസ്ഫർ കിട്ടാതെ പുള്ളി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു പാവപ്പെട്ട മനുഷ്യൻ എന്ത് ചെയ്തു, പുള്ളി ചെന്നിട്ട് ഈ സെൻട്രൽ പാസ്റ്ററിന് കൊണ്ടുവന്ന് ഒരു ലെറ്റർ കൊടുത്ത്, ഈ മനുഷ്യന് 5 വർഷമായില്ല, ഈ പുള്ളിനെ മാറ്റാൻ പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്തു. അപ്പോൾ ഓർക്കുക, ഈ പുള്ളിയുടെ ചരിത്രം എന്താണ്, ഇവിടുന്ന് സഭയുടെ പൈസ അടിച്ചു മാറ്റുക, സഭയിലുള്ള എന്താ പറയുക കല്ല്, ഇത് സംഭവങ്ങളൊക്കെ ഈ പുള്ളി അടിച്ചു മാറ്റുക, ഇതൊക്കെയാണ് ഈ പുള്ളിയുടെ ലക്ഷ്യം. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനിൽ എന്തില്ല, കൃപയില്ല എന്ന് മനസ്സിലായപ്പോഴായിരിക്കും, അത് നമ്മളാണെങ്കിലും ഏത് വിശ്വാസികളാണെങ്കിലും ആഗ്രഹിക്കും, നല്ലൊരു കൃപയുള്ളൊരു ദേവദാസനായിരിക്കണേ ഞങ്ങളുടെ ചർച്ചിലെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിച്ച ഒരു പാസ്റ്റർ അല്ലാതിരിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ തോന്നുമല്ലേ, ഇയാളൊന്ന് മാറിപ്പോയാൽ മതിയായിരുന്നു എന്ന് ആർക്കാണെങ്കിലും തോന്നും. അത് തന്നെ അവർക്കും തോന്നിയുള്ളൂ. കാരണം ഒരു ആരാധനയിൽ, ഒരു സൺഡേ ആരാധന എന്നൊക്കെ പറഞ്ഞാലും നല്ല കൃപയുള്ളൊരു ദേവദാസനാണ് ശുശ്രൂഷിക്കുന്നത് എങ്കിൽ എന്താണ്, ബുദ്ധി കൊണ്ടല്ലാതെ ദൈവാത്മാവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു വചന ശുശ്രൂഷ മാത്രം മതി, ആ ഒരാഴ്ചക്കാലം ആ ഒരു വിശ്വാസിക്ക് ജീവിക്കുവാൻ, പിടിച്ചു നിൽക്കുവാൻ, ഏത് പ്രതിസന്ധികളിലും പിടിച്ചു നിൽക്കുവാൻ ആ ഒരു ഒറ്റ ആരാധനയിലുള്ള മെസ്സേജ് മാത്രം മതിയാകും എന്നാൽ ഇന്ന് പലപ്പോഴും സഭകളിലൊക്കെ എന്താണ് നടക്കുന്നത്, നേരെ തിരിച്ചാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ ഈ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഇദ്ദേഹം എന്താണ്, അങ്ങനെ ആ മനുഷ്യൻ കൊണ്ടുവന്ന് ഇവിടെ ഒരു പരാതി കൊടുത്തു, ഇദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പരാതി കൊടുത്തതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ന്യൂസ് ആർക്ക് കിട്ടി, ഈ പാസ്റ്ററിന് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പാസ്റ്ററിനും കൂട്ടാളികൾക്കും എന്തായി, പകയായി. ആരോട് പകയായി, ഈ ലെറ്റർ കൊടുത്ത മനുഷ്യനോട് പകയായതിനു ശേഷം എന്താ സംഭവിച്ചെന്നറിയാവോ, എന്താ പറയുക, അവിടുത്തെ ഓഡിറ്റർ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഈ പാസ്റ്ററാണ് ഈ എന്താ പറയുക ഈ സഭയുടെ സ്വത്തും കാര്യങ്ങളൊക്കെ അടിച്ചു
മാറ്റിയതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് വാർഷിക മീറ്റിങ്ങിൻ്റെ പൊതുയോഗത്തിൻ്റെ സമയത്തേക്കും ഇദ്ദേഹം അത് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഈ പാസ്റ്റർ എന്ത് ചെയ്തു? അതിനകത്ത് പാസ്റ്റർ ഉൾട്ട കളിച്ചിട്ട് പാസ്റ്റർ എന്ത് ചെയ്തു? ഈ മനുഷ്യൻ, അതായത് ഈ പരാതി കൊടുത്ത മനുഷ്യനാണ് ഇത് അടിച്ചു മാറ്റിയതെന്ന് പറഞ്ഞ് ആ മനുഷ്യനെ കള്ളനാക്കി സഭയുടെ മുൻപിൽ നിർത്തുവാനായിട്ടിടയായി. അപ്പോൾ ആ മനുഷ്യൻ എന്താണ്, അതിനെതിരെ അവർ കുറേ പ്രയത്നിക്കുകയും ആ ഒരു ഓഡിറ്ററായിട്ടുള്ള മനുഷ്യനും അതുപോലുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ കള്ളത്തരം കണ്ടെത്തുകയും ഈ പാസ്റ്ററിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് കൂട്ടാളികളും കൂടിയാണ് ഈ കള്ളത്തരം നടത്തിയതെന്നും അവരവിടെ തെളിയിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ തെളിയിക്കപ്പെട്ടതിന് ശേഷം ഈ മനുഷ്യൻ ഈ പാസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ, അതുകൊണ്ട് അത് സഭയുടെ മുൻപിൽ അനൗൺസ് ചെയ്യണം. ആദ്യം സഭയുടെ മുൻപിൽ ഈ മനുഷ്യനെ കള്ളനെന്ന് അനൗൺസ് ചെയ്തു. അതുകൊണ്ട് അത് തിരുത്തി പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ് എന്ന് സഭയുടെ മുൻപിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഈ പുള്ളി തയ്യാറല്ല, ഈ പാസ്റ്റർ തയ്യാറല്ല. അതുകൊണ്ടാണ് ആ മനുഷ്യൻ അന്ന് സ്റ്റേജിൽ കയറി, കർത്തൃമേശയുടെ ദിവസം വന്ന് ഞായറാഴ്ച സ്റ്റേജിൽ കയറി അവിടെ മൈക്കിൽ കൂടെ ആ മനുഷ്യൻ ഏതാണ്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് പള്ളിയിൽ വരുവോ പോലും ചെയ്യാത്ത ഈ പാസ്റ്ററിൻ്റെ കുറച്ച് ഗുണ്ടകൾ, പാസ്റ്ററിൻ്റെയും സെൻറ്ററിലുള്ള കുറച്ച് ഗുണ്ടകൾ, ഒരു ചെറുപ്പക്കാരനെയൊക്കെ അതിനകത്ത് കാണാം. അവനൊക്കെ ആരാണെന്ന് വെച്ചാൽ പള്ളിയിൽ പോലും വരാതെ ഇങ്ങനെ കാള കളിച്ച് നടക്കുന്നവനാണ്. അവനൊക്കെ അന്ന് അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ആ സഭയിൽ വന്നിട്ട് അവിടെ വിഷയങ്ങളുണ്ടാക്കി ആ മനുഷ്യനെ അടിക്കുകയുമൊക്കെ ചെയ്യുകയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓർക്കുക, അപ്പോൾ ഇവിടെ എന്താണ് വിഷയം? ഈ പാസ്റ്റർ കള്ളനായതാണ് അവിടെ വിഷയമായതല്ലേ. പാസ്റ്റർ കള്ളനായതുകൊണ്ട് ആ ഒരു വിശ്വാസിക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടി വന്നു. അതിന് പകരം ആ മനുഷ്യൻ അടിയും മേടിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നു. ഇപ്പോൾ അത് കേസും ഒക്കെ ആയിട്ട് കോടതികളിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇവർക്ക് കുഴപ്പമില്ലല്ലോ, കാരണം വിശ്വാസികൾ കഷ്ടപ്പെട്ട പൈസയാണ്. ആ പൈസ സ്തോത്ര കാഴ്ചയായിട്ട് ഇടുന്നു, അതെടുത്ത് കോടതിയിൽ കേസ് നടത്താൻ ഇവന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടും വേണ്ടല്ലോ. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ചുമ്മാ കളയുമ്പോഴാണ് നമ്മൾക്ക് എന്ത് വരുന്നത്? നമ്മൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം വരുന്നത്, നമ്മൾക്ക് വിഷമം വരുന്നത്. ഇത് വല്ലവരും അധ്വാനിച്ച പൈസ എടുത്ത് കളയുന്നതിന് ഇവന്മാർക്ക് ഒരു കുഴപ്പവുമില്ല. അതുകൊണ്ട് ഇവന്മാർ ആ പൈസ തന്നെ എടുത്ത് ഇവന്മാർ കേസിന് പോയിരിക്കുകയാണ്. അപ്പോൾ കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കല്ല. ഒരു പാസ്റ്ററിന് ഒരു സഭയിൽ വന്നാൽ ഒറ്റയ്ക്ക് കക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഒറ്റയ്ക്ക് ഇവൻ കക്കാൻ പോയി കഴിഞ്ഞാൽ അവൻ പിടിക്കപ്പെടും, അവന് ജയിക്കുവാനായിട്ട് പറ്റത്തില്ല. അതിന് ഈ കക്കുന്ന സ്വഭാവമുള്ളവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കക്കുന്ന സ്വഭാവമുള്ളവൻ ആ സഭയിലുള്ള കുറച്ച് കള്ളന്മാരെ കൂട്ടുപിടിക്കും. അതായത് കട്ട് നടക്കുന്ന കുറച്ച് അവന്മാരെ കൂട്ടുപിടിക്കും. എന്നിട്ട് അവന്മാരെ തൻ്റെ ഗ്യാങ്ങിലോട്ട് അങ്ങ് പെടുത്തും, എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ കള്ളന്മാരെ കൂട്ടത്തിൽ കൂട്ടും. ഇനി വ്യഭിചരിക്കുന്ന പാസ്റ്ററാണെങ്കിലും അവൻ കുറച്ച് വ്യഭിചാരികളെ കൂട്ടത്തിൽ കൂട്ടും. വ്യഭിചരിച്ച് നടക്കുന്ന ആ സഭയിലുള്ള കുറച്ച് അവന്മാരെ കൂട്ടത്തിൽ കൂട്ടും. ഇനി കക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്ന പാസ്റ്ററാണെങ്കിൽ എന്ത് ചെയ്യും? ഈ രണ്ട് സ്വഭാവവും ഉള്ളവന്മാരെ കൂട്ടത്തിൽ കൂട്ടും. അങ്ങനെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് തൻ്റെ ഒരു തട്ടകം അവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഇവൻ അവിടെ കിടന്നുകൊണ്ട് എന്ത് നടത്തുന്നത്? ഇവൻ്റെ കക്കലും ഇവൻ്റെ വ്യഭിചാരവും കാര്യങ്ങളൊക്കെ ഇവൻ അവിടെ കിടന്നുകൊണ്ട് നടത്തുന്നത്. അപ്പോൾ ഈ പുള്ളിയും അത് തന്നെയാണ് ചെയ്തത്. കള്ളന്മാരെ കൂട്ടുപിടിച്ചിട്ട് ഈ പുള്ളി കക്കുവാനായിട്ട് അവിടെ നിൽക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഓർക്കുക, എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അവിടെ കയറി നിൽക്കുകയാണ് കർത്തൃമേശയുടെ മുൻപിൽ. പിന്നെ ഓർക്കുക, അവിടെ ദൈവാത്മാവൊന്നും അവിടെ ആ സഭയ്ക്കകത്തൊന്നുമില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾക്കറിയാം. കാരണം പിന്നെ അവിടുത്തെ വർഷിപ്പ് ലീഡർ പുള്ളിയാണ് ആ വർഷിപ്പ് നടത്തിയവൻ. അവനാണ് അതിനെ കഴിഞ്ഞ് വലിയ പഠിച്ച കള്ളൻ. കാരണം ഇത്രയും വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോഴും അവൻ അവിടെ ആത്മാവിൽ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവനിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മൾക്കൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൃപയില്ലാത്തൊരു പാസ്റ്റർ എവിടെ കയറി നിൽക്കുകയാണ്? സഭയുടെ പുൽപ്പിറ്റിൽ കയറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് ആ സഭയിൽ വിഷയങ്ങളുണ്ടായതല്ലേ. അവിടെ എന്ത് വ്യാപരിച്ചു? ആ പാസ്റ്ററിലുള്ള ദുരാത്മാവ് ആ സഭയിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നു അല്ലേ. ആ പാസ്റ്ററിൻ്റെ അതിമോഹം, പണത്തിനോടുള്ള ആർത്തി, ഇതൊക്കെ ആ സഭയെ തകർക്കുന്ന വിധത്തിലോട്ട്, സഭയിലുള്ള ആൾക്കാരുടെ ആത്മീയത്തെ തകർക്കുന്ന നിലവാരത്തിലേക്ക് അവിടെ എത്തിയിരിക്കുകയാണ്. ഓർക്കുക, ഇങ്ങനെയുള്ള പാസ്റ്റർമാരുടെയൊക്കെ തലമുറകളെ എടുത്തു നോക്കിക്കും, അതൊക്കെ പഠിച്ച് ഇതിലും വലിയ വഴിതെറ്റി നടക്കുന്ന ടീമുകളായിരിക്കും. ഇതിലും വലിയ പെരുങ്കള്ളന്മാരെ ആയിരിക്കും ഇവന്മാർ പുറത്തോട്ട് ഇറക്കി വിടുന്നത്. ഇത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, അതുപോലെയുള്ള കുറേ എണ്ണങ്ങളുണ്ട്. അവസാനം ഇതുപോലെയുള്ള കുറേ എരണം കെട്ട പിള്ളേരെ ആയിരിക്കും ഇവന്മാർ ജനിപ്പിച്ച് പുറത്തോട്ട് വിടുന്നത്. ഇനി ഇവന്മാരുടെ കൈവപ്പ് കിട്ടിയവരും ആ ഒരു വിധത്തിലായിത്തീരും എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായ കാര്യം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഓർക്കുക, ഇതുപോലെയുള്ള പാരമ്പര്യ സഭകളിൽ ഈ IPCയുടെ ഒക്കെ ചരിത്രം എടുത്ത് പോയി കഴിഞ്ഞാൽ ചിരിച്ച് നമ്മൾ ഒരു വിധത്തിലാകും. കാരണം എന്താണെന്നറിയാമോ? ഇത് ആദ്യം തൊട്ടേ നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ബല കൊടുത്തുണ്ടാക്കി തന്ന അതൊക്കെ വേറെ സ്ഥലത്ത്. ഈ IPCയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വെള്ളപ്പശുവിൻ്റെ പാല് ഞങ്ങൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു കുക്ക് സാഹിബ് വന്ന് ഇത് തുടങ്ങി. അപ്പോൾ കുക്ക് സാഹിബ് ഇതിൻ്റെ ആണെന്ന് തോന്നുന്നു, എനിക്കതിൻ്റെ ഓക്കെ
എല്ലാ കുറേ സഭകളുടെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ചതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പോൾ കുക്ക് സാഹിബ് തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും വെള്ള പശുവിൻ്റെ പാല് ഞങ്ങൾക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സായിപ്പ് ഇവിടെ സ്ഥാപിച്ച സഭ സായിപ്പ് അങ്ങ് തിരിച്ചു പോയ സമയത്ത് എന്താ പറയുക, അമേരിക്കയിൽ ഒരു വിസിറ്റിനോ എങ്ങോട്ടെങ്ങാണ്ട് പുള്ളി പോയ സമയത്താണ് ഇവർ ഈ സഭ പിടിച്ചെടുക്കുകയും പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ അവരവരുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ അപ്പച്ചന്മാർ ചെയ്ത് കൂട്ടിയ കുറേ കഥകളുണ്ട്. അതിൻ്റെ പാരമ്പര്യമായിട്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ ഇങ്ങനെ IPSലോട്ട് ഈ അടി എന്ന് വെച്ചാൽ 90% സഭകളിലും IPSലെ 90% സഭകളിലും ഇതുപോലെ അടി നടക്കുകയാണ്. IPSയുടെ ചരിത്രം മാത്രമല്ല വേറെ സഭകളുമുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെയാണ് സംഭവം നടന്നത്, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഈ IPSലെ 90% പാസ്റ്റർമാരിലും 90% വിശ്വാസികളിലും വ്യാപരിക്കുന്നതും നല്ല ഒന്നാം തരം ദുരാത്മാവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കലഹത്തിൻ്റെ ദുരാത്മാവും ഒപ്പം ഈ ഒരു എന്താ പറയുക, കള്ളത്തിൻ്റെ കട്ടെടുക്കുന്നതിൻ്റെ വ്യഭിചാരത്തിനും ഒക്കെ ദുരാത്മാവാണ് 90%. അതിനകത്ത് 10% നല്ല പാസ്റ്റർമാരും 10% നല്ല വിശ്വാസികളും അതിനകത്തുണ്ട്. അത് അവരുടെ എന്താ പറയുക ആ ഒരു നന്മ കൊണ്ട് അവർ തന്നെ ദൈവഭാഗത്തിരുന്ന് നേടിയെടുത്ത കൃപയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, ഇതിൻ്റെയൊക്കെ പിന്നിലത്തെ കാരണം എന്താണ്? കാരണം സഭകളിൽ സ്വത്ത് കുന്നുകൂടുന്നു, അതാണ് ഇതിനകത്തെ കാരണം. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഈ എല്ലാ സഭകളുടെയും ഒക്കെ സ്വത്തുകളെക്കുറിച്ച് ഒരു വിവരണം, എല്ലാത്തിൻ്റെയും ഒരു ടാക്സ് എന്താ പറയുക കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഒരു ഓഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതുപോലെ കിടന്നുകൊണ്ട് കക്കുവാനായിട്ട് ഉള്ള എന്താ പറയുക ഒരു ത്വര ഇവർക്ക് വരത്തുമില്ല. കാരണം ഈ സ്വത്ത് കണ്ടു കഴിയുക, അതിനകത്ത് കണക്കില്ലാതെ വരികയും ചെയ്യുമ്പോഴാണ് ഇവന്മാർക്ക് കൈയിട്ട് വരാനായിട്ടുള്ള ഒരു ആഗ്രഹം ഇവന്മാരുടെ മനസ്സിലോട്ട് ഉണ്ടാകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഇങ്ങനെയുള്ള കള്ളന്മാരുടെ കരത്തിലേക്കും ഇങ്ങനെയുള്ള കള്ളത്തരം കാണിക്കുന്ന സഭകളിലേക്കും നമ്മളുടെ സ്തോത്ര കാഴ്ചയും നമ്മളുടെ എന്താ പറയുക വരുമാനങ്ങളും കൊണ്ട് അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാവും? നമ്മളുടെ വരുമാനം തടയപ്പെടുക തന്നെ ചെയ്യും. അത് നിങ്ങൾ പെട്ടെന്നായിരിക്കും, അതായത് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, ആ സഭയുടെ ചരിത്രവും നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ പോക്കും കൂടെ നിങ്ങളൊന്ന് എടുത്ത് നോക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നിങ്ങളുടെ സാമ്പത്തികം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് ഓർക്കുക, ഇതുപോലെയുള്ള വൃത്തികെട്ട സഭകളിൽ അതിനെയൊന്നും സഭയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവിടെ എന്താണ് ചുമ്മാ അതൊക്കെ ചില ഒരു ക്ലബ്ബുകൾ, അതിനകത്ത് നിങ്ങളുടെ പൈസ കൊണ്ടത് നിങ്ങൾ കളയാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ ഈ അവസരത്തിലൊന്ന് പറയുകയാണ്. ഇനി രണ്ടാമത്തത്, കുറച്ച് കുഞ്ഞാടുകൾ വന്നിട്ട് പിന്നെ ഈ ഒരു വീഡിയോയുടെയൊക്കെ അടിയിൽ, അതായത് എൻ്റെ വീഡിയോയുടെയും വേറെ വീഡിയോകളുടെയൊക്കെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട്. എന്തിനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പെന്തക്കോസ്തുകാരെ ഇങ്ങനെ അവഹേളിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത്? ഹേ നിഷ്കളങ്കരെ, പെന്തക്കോസ്തുകാരല്ലെങ്കിൽ തന്നെ സമൂഹത്തിന് മുൻപിൽ നല്ല ഒരു പേരുദോഷം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തികൾ കൊണ്ടും അവരുടെ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കൊണ്ടും കോടതികളിലുള്ള അവരുടെ കേസിൻ്റെ വലിപ്പം കൊണ്ടുമൊക്കെ നല്ല ഒരു പേര് തന്നെ എന്താണ് പെന്തക്കോസ്തുകാർക്ക് പുറത്തോട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ വലിയ വിഷമിക്കുമെന്നും വേണ്ട, ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. ഇനി ഓർക്കുക, പെന്തക്കോസ്തിലോട്ട് ആൾക്കാർ വരുന്നത് ആരെ കണ്ടോണ്ടാണ്? പെന്തക്കോസ്തുകാരെ കണ്ടോണ്ടാണോ? പെന്തക്കോസ്തുകാരുടെ ജീവിതം കണ്ടോണ്ടാണോ? ഒന്നുമല്ല. പിന്നെ ആൾക്കാർ വരുന്നത് എന്താണ്? ദൈവം കണ്ടതുകൊണ്ടും ഇതൊരു സത്യമാർഗമായതുകൊണ്ട് അതിനകത്തുള്ള എല്ലാവരും സത്യത്തിൽ നിൽക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, സത്യമാർഗമായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്താലും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ചുമാണ് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് വരും. ദൈവം കണ്ടവർ വരികയും ചെയ്യും, അവൻ കൃപ പ്രാപിക്കുകയും ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതല്ലാതെ നമ്മളെല്ലാം മൂടി വെച്ചിട്ട് ഇങ്ങനെ ഒന്നും പുറത്തോട്ട് വിടാതെ അയ്യോ ഞങ്ങളുടെ പേര് പോകും അങ്ങനെയൊന്നും പറയണ്ട. അല്ലാതെ തന്നെ നമ്മൾക്കറിയാം, നമ്മളുടെ വിശുദ്ധ ബൈബിളിൽ എടുത്താൽ എത്രയോ കള്ളന്മാരെ തുടർന്ന് കാട്ടിയിട്ടുണ്ട് വിശുദ്ധ ബൈബിളിനകത്ത്. എങ്കിൽ പിന്നെ അതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാമായിരുന്നല്ലോ, ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. കുറേ കള്ളന്മാരെ അതിനകത്ത് തുറന്ന് കാട്ടിയിട്ടുണ്ടല്ലേ. എന്ന് വെച്ചാൽ നിന്നവനെയും വീണവനെയും ഒക്കെ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പെന്തക്കോസ്തിൻ്റെ ചരിത്രം സോഷ്യൽ മീഡിയയിൽ വരുന്നത് കണ്ട് നിങ്ങൾ ഒത്തിരി അതിവിശുദ്ധി ചമയൊന്നും വേണ്ട. എന്ന് വെച്ചാൽ പെന്തക്കോസ്തിനെ മറ്റുള്ളവരുടെ മുൻപിൽ അവഹേളിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, അല്ലാതെ തന്നെ പെന്തക്കോസ്തുകാരുടെ കമൻറ്റുകൾ കൊണ്ടും അല്ലാതെയൊക്കെ എല്ലാ വിധത്തിലും ആൾക്കാർക്കും പെന്തക്കോസ്തുകാരെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക. ഇനി അടുത്തൊരു കമൻറ്റ് വിട്ടിരിക്കുന്നതാണ്, ആ സഭയിൽ അടി നടന്നപ്പോൾ, ഈ കട്ട പാസ്റ്ററുള്ള കട്ട സഭയിൽ അടി നടന്നപ്പോൾ അപ്പോൾ ആ ഒരു ക്ലബിനകത്തെ അടി കണ്ട് അതിൻ്റെ വീഡിയോയുടെ അടിയിലും കുറേ കമൻറ്റുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതിനകത്ത് വന്നിരിക്കുകയാണ്, അഭിഷിക്തനെതിരെ കരമുയർത്തിയാൽ, അഭിഷിക്തനെതിരെ പറഞ്ഞാൽ പിന്നെ അവൻ്റെ തലമുറകൾ നശിച്ചു പോകും. സത്യമാണ്, അഭിഷിക്തനെതിരെ പറഞ്ഞാൽ വിഷയമുണ്ടാകും. ഇനി ഈ അഭിഷിക്തൻ ആരാണ്? ദൈവത്തിൻ്റെ അഭിഷേകമുള്ളവൻ, അഭിഷേകത്താൽ നിറയപ്പെട്ടവൻ, അവനാണ് അഭിഷിക്തൻ. അല്ലാതെ എല്ലാ പാസ്റ്റർമാരും അഭിഷിക്തന്മാരാണെന്ന് ഒരു പാസ്റ്റർമാരല്ല അച്ഛന്മാരോ ആരുമാകട്ടെ, ഇവരാരും അഭിഷിക്തരാണെന്ന് വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടില്ല. ദൈവത്തിൻ്റെ അഭിഷേകം കൈകാര്യം ചെയ്യുന്നവൻ, ദൈവത്തിൻ്റെ അഭിഷേകം വീണവൻ, അവനാണ് അഭിഷിക്തൻ. അത് വ്യക്തികളുമാകാം,
എന്താണ് പാസ്റ്റർമാരുമാകാം, അച്ഛന്മാരുമാകാം, ആര് വേണമെങ്കിലും ആകാം എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, ഇനി അതല്ലാതെ നമ്മൾ കിടന്നുകൊണ്ട് ഇങ്ങനെ കുറേ കള്ളത്തരം കാണിച്ച് ഇവനൊക്കെ ഈ കള്ളത്തരം കാണിച്ച് കട്ടും വ്യഭിചരിച്ച് നടക്കുന്നവനൊക്കെ അഭിഷിക്തനാണെന്ന് ആരാ പറഞ്ഞു? അവൻ അഭിഷിക്തനൊന്നുമല്ല, അവന് വ്യാപരിക്കുന്ന ദുരാത്മാവാണ്. അവനെ കള്ളൻ എന്ന് പറഞ്ഞാൽ ഒരു തലമുറയും നശിക്കത്തില്ല, ഒരു കേടും വരത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. പകരം കൃപയിൽ നിൽക്കുന്ന അഭിഷിക്തനെതിരെ പറഞ്ഞാൽ സത്യമാണ്, അത് അഭിഷിക്തൻ മാത്രമല്ല, ഏത് അഭിഷിക്തയാണെങ്കിൽ പോലും അത് ഓരോ ദൈവമക്കളും അഭിഷേകം കൈകാര്യം ചെയ്യുന്ന ഓരോരുത്തരും അഭിഷിക്തരാണ്. അതുപോലെ കൃപയിൽ നിൽക്കുന്ന അഭിഷിക്തർക്കെതിരെ പറഞ്ഞാൽ പണി കിട്ടും, അത് സത്യമാണ്. പക്ഷേ കൃപയിൽ നിന്ന് വീണവന് കട്ടും വ്യഭിചരിച്ച് നടക്കുന്നവനൊന്നും, എന്താണ് പൊളിറ്റിക്സ് കളിച്ച് നടക്കുന്നവനൊന്നും ഒരു അഭിഷിക്തനുമല്ല, അവൻ്റെ കൃപയുമില്ല. അവനൊക്കെ ചുമ്മാ പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ മെത്രാൻ എന്നൊക്കെയുള്ള പേരിൽ നടക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അവനൊക്കെ എതിരെ പറഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുക. അതാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ചിലർ വന്നിട്ട് അയ്യോ എന്തിനാണ് ഇങ്ങനെ വീഡിയോകളിൽ കൂടെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞോട് വീഡിയോകളിൽ കൂടെ പറഞ്ഞിട്ട് ഇത് കേൾക്കുകയും ചെയ്യും, കേട്ടിട്ടാണ് വന്നിട്ട് ഈ കമൻറ്റ് എഴുതുന്നതാണ് വലിയൊരു തമാശ അല്ലേ. ഇത് കേട്ടിട്ടാണ് വന്ന് കമൻ്റ് എഴുതുന്നത്. ഇത്ര അതിവിഷയത്തിൽ ഇത് കേൾക്കാൻ നിൽക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മളൊക്കെ ഒരു സാധാ വിശ്വാസികളാണെന്നുള്ളത് അറിയാലോ. അപ്പോൾ അങ്ങ് വിട്ടു പോയാൽ പോരെ, എന്തിനാണ് ഇത് കേൾക്കുവാനായിട്ട് നിൽക്കുന്നത്? എന്നിട്ട് ഇത് മുഴുവൻ ഇരുന്ന് കുത്തി പിടിഞ്ഞത് കേൾക്കും, എന്നിട്ടാണ് ഈ അതിവിഷയത്തിൻ്റെ കുപ്പായം അണിഞ്ഞിട്ടുള്ള കമൻ്റ് ഇടുന്നതെന്ന് ഓർക്കുമ്പോഴാണ് വലിയ തമാശ അതിനകത്ത്. ഓർക്കുക, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് നമ്മൾ മനസ്സിലാക്കുക, എല്ലാവരും, അതായത് അന്യഭാഷ പറയുന്നവൻ എല്ലാവരിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവല്ല, അന്യഭാഷകളെല്ലാം ദൈവാത്മാവിലുമല്ല പറയുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. നമ്മൾ എന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിൽ പ്രതികരിക്കേണ്ടിടത്ത് നമ്മൾ പ്രതികരിക്കുക. രണ്ടാമത് എന്താണ്? നമ്മുടെ രക്ഷ നമ്മൾ ഉറപ്പാക്കിക്കൊള്ളുക. ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. കാരണം ഇവന്മാരുടെ പുറകെ പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കൃപയും കൂടി പോയി പോകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ എന്താണ്, നമ്മുടെ രക്ഷ നമ്മൾ ഉറപ്പാക്കുക. പിന്നെ ഒത്തിരി അതിവിഷയത്തെയും ഒക്കെ ചമയുവാൻ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. എന്തായാലും ദൈവം എന്താണ്, ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള എല്ലാം സഭകളാണോ? അല്ല, ദൈവത്തിൻ്റെ സഭ കറ വാട്ടം ചുളുക്കമില്ലാത്തതാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സഭകളിലുള്ള അങ്ങനെയുള്ള വ്യക്തികളെയും ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഇനി അല്ലാത്തതൊന്നും സഭയല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. അതൊക്കെ വെറും ഒന്നെങ്കിൽ ക്ലബ്ബ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്തതെല്ലാം വെറും ക്ലബ്ബുകളും വെറും കുറച്ച് ഒരു പ്രസ്ഥാനങ്ങളും മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.